അടുത്ത 48 മണിക്കൂർ, മറ്റന്നാ രാത്രിക്ക് മുന്നേ 48 hours സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കട്ട് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് 50% കട്ട് ചെയ്തു. അതാണ് ഡേ 2. യു ഹാവ് ടു ഫാസ്റ്റർ യുവർ കളക്ഷൻസ്. എല്ലാം ഈ മാസം അവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് മേടിക്കാറുണ്ട്. ഈ മാസം ആരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല. യൂസ്ലെസ്. കട്ട് ചെയ്തേക്കും. ഒരു പരിപാടിയില്ല. 100% അത് കട്ട് ചെയ്യാം. റവന്യൂവിനെ ബാധിക്കുന്ന അല്ലെ ഓപ്പറേഷൻസിനെ ബാധിക്കുന്നതാണ് ക്രിറ്റിക്കൽ എക്സ്പെൻസ്. ഈ ഓ ക്യാഷ് ഔട്ടിൽ നിങ്ങളൊരു 72 hour റൂൾ കൊണ്ടുവരണം. 72 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യത്തെ 24 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതാണ്. നിങ്ങളുടെ എക്സ്പെൻസ് മുഴുവൻ ഒന്നിച്ചൊരു ലിസ്റ്റ് ആക്കുക. ലിസ്റ്റ് ഔട്ട് ഓൾ യുവർ എക്സ്പെൻസ്. മൊത്തം ചെലവ്, നിങ്ങളുടെ ഒരു മാസത്തെ മൊത്തം ചെലവ് എഴുതി വെക്കുക. ഇതിനെ 3 കാറ്റഗറൈസ് ചെയ്യുക. 1 ക്രിറ്റിക്കൽ, 2 ഇമ്പോർട്ടൻറ്റ്, 3 യൂസ്ലെസ്. 1 ക്രിറ്റിക്കൽ, 2 ഇമ്പോർട്ടൻറ്റ്, 3 യൂസ്ലെസ്. ഇതാണ് നാളെ രാത്രി 8 മണിക്ക് മുന്നേ അല്ലെങ്കിൽ നാട്ടിലെ 10 മണിക്ക് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് 24 hours ചെയ്യേണ്ട കാര്യം, മുഴുവൻ എക്സ്പെൻസുകളും എഴുതുക. അതിനെ 3 കാറ്റഗറി ആക്കുക. 1 ക്രിറ്റിക്കൽ എക്സ്പെൻസ്, അത് കൂടിയേ തീരൂ, കാരണം അത് മേജർ നമ്മളുടെ റവന്യൂവിനെ ബാധിക്കുന്ന അല്ലെ ഓപ്പറേഷൻസിനെ ബാധിക്കുന്നതാണ് ക്രിറ്റിക്കൽ എക്സ്പെൻസ്. 2 ഇമ്പോർട്ടൻറ്റ്, ഓക്കെ ഇത് വേണം. 3 യൂസ്ലെസ്. ഡേ 2 അടുത്ത 48 മണിക്കൂർ, മറ്റന്നാ രാത്രിക്ക് മുന്നേ 48 hours രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യം 100% യൂസ്ലെസ് കട്ട് ചെയ്തേക്കുക. കട്ട് 100% യൂസ്ലെസ് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നോ, അതൊരു സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത മന്ത്ലി എക്സ്പെൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആവശ്യമില്ലാത്ത സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കട്ട് ചെയ്തേക്കുക. എല്ലാം ഈ മാസം അവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് മേടിക്കാറുണ്ട്. ഈ മാസം ആരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല. യൂസ്ലെസ്. കട്ട് ചെയ്തേക്കുക. ഒരു പരിപാടിയില്ല. 100% അത് കട്ട് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ലിസ്റ്റിന്റെ അകത്തുനിന്ന് എങ്ങനെയും ചവിട്ടി 50% കട്ട് ചെയ്യുക. യൂസ്ലെസ് 100% കട്ട് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് 50% കട്ട് ചെയ്തു. അതാണ് ഡേ 2. ഒന്നാമത്തെ ദിവസം എക്സ്പെൻസ് എല്ലാം എഴുതി. രണ്ടാമത്തെ അതിനെ 3 കാറ്റഗറി ആക്കി, ക്രിറ്റിക്കൽ, ഇമ്പോർട്ടൻറ്റ്, യൂസ്ലെസ്. രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്യാണ്. 100% യൂസ്ലെസ്സും കട്ട് ചെയ്തു, 50% ഇമ്പോർട്ടൻറ്റും കട്ട് ചെയ്തു. ഇനി കംസ് തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ 72 hours ചെയ്യേണ്ടത് നമ്മളുടെ ക്രിറ്റിക്കൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, ഇതെടുത്ത് വെക്കുക. ഇവിടെ റീനെഗോഷിയേറ്റ് ചെയ്യുക. ഇതിലാണ് സാലറിയും റെന്റും അതുപോലെ തന്നെ വെൻഡേഴ്സുമായിട്ടുള്ള റീനെഗോസിയേഷൻ. അത് മൂന്നാമത്തെ ദിവസം ക്രിറ്റിക്കൽ എക്സ്പെൻസ്. അപ്പോൾ ഡേ 1 ഒന്നാമത്തെ ദിവസം എക്സ്പെൻസ് മുഴുവൻ ലിസ്റ്റ് ചെയ്ത് 3 കാറ്റഗറി ആക്കി, ക്രിറ്റിക്കൽ, ഇമ്പോർട്ടൻറ്റ്, യൂസ്ലെസ്. രണ്ടാമത്തെ ദിവസം ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. യൂസ്ലെസ് 100% കട്ട് ചെയ്യാൻ കമ്പനി തീരുമാനിക്കുന്നു. 50% ഇമ്പോർട്ടൻറ്റ് എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. മൂന്നാമത്തെ ദിവസം റീനെഗോസിയേഷൻ ആണ്. അന്ന് സാലറി റീനെഗോഷിയേറ്റ് ചെയ്യുന്നു, റെന്റ് റീനെഗോഷിയേറ്റ് ചെയ്യുന്നു, സപ്ലൈസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നടക്കും. അത് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വേണം. അത് ഒരു ലീഡർ, അതാ ഞാൻ പറഞ്ഞേ, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. ഒരു ക്രൈസിസ് വരുമ്പോൾ അറിയാം ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് എന്ന്. മനസ്സിലാവുന്നു? യെസ്, ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് ഒരു ലീഡർ, എന്താണ് ആ ലീഡറുടെ ക്വാളിറ്റി. സോ നമ്മളിപ്പം പഠിച്ചു നിർത്തിയത് ഓ ക്യാഷ്, ആ ഓ ക്യാഷിന്റെ അകത്തെ ഓ ക്യാഷ് ഔട്ട്, എക്സ്പെൻസുകൾ എങ്ങനെ ഈ ക്രൈസിസ് സമയത്ത് കുറയ്ക്കാമെന്നുള്ളതാണ്. ഇനി ഈ സമയത്ത് അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇൻകം കൊണ്ടുവരാൻ പറ്റണം. ഇൻകം കൊണ്ടുവരാൻ പറ്റുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എവിടുന്നൊക്കെ നമുക്ക് എക്സിസ്റ്റിംഗ് പേയ്മെന്റ് കിട്ടാനുണ്ടോ ആ കളക്ഷൻസിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു ഫാസ്റ്റർ യുവർ കളക്ഷൻസ്. അതുപോലെ തന്നെ എവിടുന്നൊക്കെ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കാൻ പറ്റുമോ അത് ചോദിച്ച് വാങ്ങിക്കേണ്ട സമയമാണ് ഇത്. ചോദിച്ച് വാങ്ങിക്കണം. എവിടൊക്കെ നമുക്ക് പേയ്മെന്റ് ടേംസിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത് നമ്മളിവിടെ ഔട്ടിൽ പറഞ്ഞു. എവിടൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ്. സോ ഇൻകം കൂട്ടാൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് കേൾക്കുക. 1,
എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ് ക്രൈസിസ് സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ്. ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് എങ്ങനെ വരുമാനം കൂട്ടാൻ പറ്റും, അതായിരിക്കണം ആദ്യം നോക്കുന്ന കാര്യം.